പ്രത്യേകിച്ച് മലയാള സിനിമയിലെ മുതിർന്ന ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന വേഷങ്ങൾ ചെയ്യണം എന്ന് പൃഥ്വി ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അത് നല്ല അഭിപ്രായമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണെങ്കിൽ പൃഥ്വി കുറച്ച് പ്രായം കൂടി ഇപ്പോൾ പൃഥ്വിയുടെ ഏറ്റവും നല്ല യങ് ഏജിൽ നിൽക്കുകയാണ്. അപ്പോൾ പൃഥ്വി ഏതാണ്ട് മരിക്കുന്നത് വരെ അഭിനയത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ പൃഥ്വി ഇങ്ങനെ ഈ പറയുന്നവരോട് നീതി പുലർത്താൻ വേണ്ടി കഥാപാത്രങ്ങൾ മാറുമോ? തീർച്ചയായിട്ടും. എനിക്കിപ്പോൾ 27 വയസ്സായി. എനിക്ക് 57 വയസ്സാകുമ്പോൾ എനിക്കൊരു ഉറുമി ചെയ്യാൻ പറ്റില്ല. എനിക്ക് 57 വയസ്സാകുമ്പോൾ എനിക്കൊരു ചോക്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ മനസ്സിലാക്കണം. പക്ഷേ എനിക്ക് 57 വയസ്സാകുമ്പോൾ ഞാനെന്ന് പറയുന്ന നടനെ സിനിമയ്ക്ക് ആവശ്യമാകുന്ന രീതിയിൽ ഞാൻ എൻ്റെ കാലിബറിനെയും പൊട്ടൻഷ്യലിനെയും മോൾഡ് ചെയ്തെടുക്കണം. എൻ്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമയിലുള്ള മഹാരഥന്മാരായ പല നടന്മാരും ലോകം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടന്മാരുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് മോഹൻലാൽ, മമ്മൂട്ടി എന്ന് പറയുന്ന 2 നടന്മാർ നമ്മൾ കേരളമോ ഇന്ത്യയോ വിട്ടേക്കും, വേൾഡ്സ് ബെസ്റ്റ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് എടുത്താൽ ഇവർ 2 പേരുടെയും പേര് എന്തായാലും അതിൽ കാണും. അവരെ വേണ്ട രീതിയിൽ മലയാള സിനിമയോ മലയാള സിനിമാ പ്രേക്ഷകരോ ഇന്ന് വിനിയോഗിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം മമ്മൂക്കയുമായിട്ടൊക്കെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഒരു 10-60 ദിവസം ഞാൻ ചെലവഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം അദ്ദേഹം ആഗ്രഹിച്ച് ചെയ്യുന്ന, ഉദാഹരണത്തിന് പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമ, മമ്മൂക്ക വളരെ ത്രിൽഡായിട്ട് ഭയങ്കര, മമ്മൂക്കയ്ക്ക് ആസ് എൻ ആക്ടർ ഭയങ്കരമായിട്ട് മമ്മൂക്കേനെ സാറ്റിസ്ഫൈ ചെയ്തൊരു സിനിമയാണ്. പക്ഷേ പാലേരി മാണിക്യത്തിൻ്റെ 12 ഇരട്ടി കളക്ഷൻ ഉണ്ട് പോക്കിരി രാജയ്ക്ക്. അല്ലെ പൃഥ്വി ആ കുഴപ്പം ആരിലാണ് കാണുന്നത്? മമ്മൂട്ടിയിലാണോ പ്രേക്ഷകരിലാണോ? അല്ല, അത് ഞാനത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആ കുഴപ്പം എവിടെയാണ് അതിൻ്റെ ഉറവിടം എന്ന് എനിക്കറിയില്ല. പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരം താഴേക്ക് പോയതിൽ പിന്നെ സിനിമ എടുക്കുന്ന രീതി അതിനെ പിന്തുടരുന്നതാണോ, അതല്ല സിനിമയുടെ നിലവാരം താഴേക്ക് പോയിട്ട് പിന്നീട് പ്രേക്ഷകന്റെ ആസ്വാദന നിലവാരം അതിനെ പിന്തുടരുന്നതാണോ എന്ന് എനിക്കറിയില്ല. പൃഥ്വിരാജ് നന്ദനം അഭിനയിച്ചതിന് ശേഷം പൃഥ്വി ഞാൻ വളരെ ക്ലോസ് ആയി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നന്ദനത്തിന് ശേഷം പൃഥ്വിരാജ് സംസാരിക്കുന്നത് കാണുമ്പോൾ അറിയാതെയെങ്കിലും അച്ഛൻ്റെ നിഴൽ പൃഥ്വിരാജ് പിന്തുടരുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ ചില സരസ്വതി പൃഥ്വിരാജിൽ പ്രതിഫലിക്കുകയാണോ എന്നറിയില്ല. അപ്പോൾ ഇത് പൃഥ്വി അറിയാതെയെങ്കിലും അച്ഛനെ ഫോളോ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? അറിയാതെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഫോളോ ചെയ്യുന്നത്? അതിലെന്താണ് ഒരു അസ്വാഭാവികത? കാരണം ഏത് മകനാണ് അവൻ്റെ അച്ഛനെ ഐഡലൈസ് ചെയ്യാത്തത്? പൃഥ്വി അച്ഛനെ അനുകരിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അത് വന്നുപോയി എന്ന് അവകാശപ്പെടുമ്പോൾ സഹോദരനായ ഇന്ദ്രജിത്ത് ഒരിക്കലും അതിന് ശ്രമിച്ചിട്ടില്ല. അല്ല, അത് തെറ്റിദ്ധാരണയാണ്. ചേട്ടനും ഞാനും 2 പേരും അച്ഛനെ ഭയങ്കരമായിട്ട് ഐഡലൈസ് ചെയ്ത കുട്ടികളാണ്. കാരണം നമുക്കൊരു തിരിച്ചറിവിന്റെ പ്രായമായി തീർന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധന അച്ഛനോട് തന്നെയായിരുന്നു പൃഥ്വിക്ക്. അച്ഛനെന്ന വ്യക്തിയോട് തന്നെയാണ്. ഇന്നും എനിക്ക് അത് തന്നെയാണ്. അദ്ദേഹം നടനെയാണോ അതോ? ഞാൻ പറഞ്ഞു തരുന്നില്ല. ഞാൻ പറഞ്ഞത് കുട്ടിക്കാലത്ത് ഒരു 5-6 വയസ്സുള്ള ഒരു മകൻ ആ മകന്റെ അച്ഛനെ ഐഡലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും സ്വാഭാവികമായ വികാരമാണ്. എല്ലാ മക്കൾക്കും അവരുടെ അച്ഛനായിരിക്കും ഒരു കാലഘട്ടത്തിൽ ഹീറോ. അതിപ്പോ ഒരു സിനിമാ നടനായ അച്ഛനാവണമെന്നില്ല. അത് 7 തൊഴിൽ മേഖലയുള്ള അച്ഛനാണെങ്കിലും അച്ഛനാണ് ഒരു മകന് പലപ്പോഴും ഹീറോ ആവുന്നത്. അവിടെ നിന്ന് ആ മകനൊരു തിരിച്ചറിവിന്റെ പ്രായമാകുമ്പോൾ അച്ഛനെന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം വിലയിരുത്താൻ കഴിവുള്ള ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആ മകന് വരുമ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയാണ് ഈ അച്ഛനെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കപ്പാസിറ്റി. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരുപാട് വ്യക്തികളെ പരിചയപ്പെട്ടിട്ടില്ല. കാരണം എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് ലെക്ചറായിരുന്നു, ഒരു പ്രാക്ടീസിങ് ലോയർ ആയിരുന്നു, ഒരു പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രി ഉണ്ടായിരുന്നു. അച്ഛന് വേൾഡ് എക്കണോമിക്സിനെ പറ്റി ഗ്രാഹ്യമായ അറിവുണ്ടായിരുന്നു. വീട്ടിൽ 9 പത്രങ്ങൾ വരുത്തി അത് 9 പത്രങ്ങളും വായിച്ച് 5000-ഓ 6000-ഓ പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഏത് വിഷയത്തെപ്പറ്റി അച്ഛനോട് ചോദിച്ചാലും വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വളരെ ആധികാരികമായിട്ട് 1-1.5 മണിക്കൂർ അതിനെപ്പറ്റി സംസാരിക്കാൻ കഴിയുക, ഇതിനൊക്കെ ഉപരി ഒരു സിനിമാ നടനായി നിലനിൽക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് സാധിക്കില്ല. അപ്പോൾ അത് സാധിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കരമായ ആരാധനയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്വഭാവം, ഞാൻ എങ്ങനെ അച്ഛനെ പോലെ ആവുന്നു, എവിടെയാണ് സുകുമാരൻ്റെ വ്യക്തിത്വം എന്നിൽ പ്രതിധ്വനിക്കുന്നതെന്ന് ചോദിച്ചാൽ അച്ഛൻ പഠിപ്പിച്ച ഐഡിയോളജീസാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്തുടരുന്നത്. അച്ഛൻ എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. അച്ഛൻ പഠിപ്പിച്ചതാണ് സത്യം പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സുഖം അത് പറയാതിരുന്നാൽ ഒരിക്കലും കിട്ടില്ല. അല്ല, ഈ പൃഥ്വിക്ക് അതായത് പലപ്പോഴും ഈ വാക്കുകളിൽ ഒരു ധിക്കാരത്തിൻ്റെ ഇടിമുഴക്കം ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ വഴി നടക്കണമെന്ന് തോന്നിയത് അച്ഛനെ ശ്രദ്ധിച്ചപ്പോഴാണോ? അല്ല, എനിക്ക് അതോ പൃഥ്വി ഒരു നാച്ചുറാലിറ്റിയിൽ അങ്ങനെ ചെയ്യുന്നതാണ്? ഞാൻ ഈ ഒരു സുപ്രഭാതത്തിൽ ഉറക്കം എണീറ്റിട്ട് ഇന്ന് മുതൽ ഞാൻ അച്ഛനെ പോലെ ആകാമെന്ന് തീരുമാനിച്ചല്ല. അത് വളരെ സബ് കോൺഷ്യസ് ആയിട്ട് എവിടെയോ എൻ്റെ ജനറ്റിക് ഞാൻ ചോദിച്ചതല്ല. ഇപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഇപ്പം തുടക്കകാലമല്ല, തുടക്കം അച്ഛൻ്റെ നിഴൽ പൃഥ്വിയുടെ മേളിൽ വീഴും. കുറച്ചുകൂടെ കഴിയുമ്പം പൃഥ്വി ദക്ഷിണേന്ത്യയിലെ തന്നെ പല ഭാഷകളിലേക്ക് പോയി, അവിടെയൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പം പൃഥ്വിരാജ് എന്ന നടനെ ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ സമയത്തും പൃഥ്വിരാജ് തീരുമാനിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എൻ്റെ സംസാര രീതി, അങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുക. ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം അറിയുമ്പോൾ പൃഥ്വിരാജ് നന്ദനത്തിന് ശേഷം സംസാരിക്കുന്നതും പൃഥ്വിരാജ് ഇത്രയും കാലത്തിന് ശേഷം സംസാരിക്കുന്നത് തമ്മിൽ വലിയ അന്തരം കാണുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഉറക്കം എണീറ്റിട്ട്
ഇന്ന് രാവിലെ മുതൽ ഞാൻ എൻ്റെ അച്ഛനെ പോലെ ആയിരിക്കും സംസാരിക്കുക, എൻ്റെ അച്ഛനെ പോലെ ആയിരിക്കും ജീവിക്കുക എന്ന് തീരുമാനിച്ചൊന്നുമല്ല. അത് വളരെ ഗ്രാജുവലായിട്ട് ഒരുപക്ഷെ എൻ്റെ ജനറ്റിക്സിൽ ഇൻവോൾവ് ആയിരിക്കും. ഞാൻ എവിടെയോ വളർന്നു വന്നപ്പോൾ എൻ്റെ അച്ഛനെ പോലെയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു വ്യക്തിത്വം എനിക്ക് ഉണ്ടായിപ്പോയി. പൃഥ്വി കാണുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താ? എൻ്റെ ദേഷ്യം തന്നെയാണ്. ദേഷ്യം തന്നെ. പെട്ടെന്ന് കോപം വരുമോ പൃഥ്വിക്ക്? ഒരു സാധാരണ വരാൻ പാടില്ലാത്ത സ്പീഡിൽ വരും. എനിക്കൊന്ന് മാധ്യമങ്ങൾ ശരിക്കും പൃഥ്വി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നുമല്ല എനിക്ക് ദേഷ്യം വരുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്നെ പറ്റി അപവാദം എഴുതിയിട്ടുള്ള ഒരുപാട് മാധ്യമങ്ങളുണ്ട്. അതൊന്നും എനിക്ക് കാര്യമേ അല്ല. ഇതൊക്കെ വായിക്കുമോ? ഞാൻ വായിക്കാറില്ല, പലരും പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. എനിക്ക് അതിനെപ്പറ്റി ഞാൻ വില കൽപ്പിക്കാറ്. എനിക്ക് അതൊന്നും പ്രശ്നമല്ല. എനിക്ക് ദേഷ്യം വരുന്ന മറ്റു ചില കാര്യങ്ങളാണ്. അതായത് ഈ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കാര്യങ്ങൾ അറിയാതെ ഒന്നിനെപ്പറ്റി സംസാരിക്കുക. ഞാൻ വളരെ ഒരുപാട് ദുഃഖിച്ചു പോയ ഒരു സംഭവമുണ്ട്. അതിന് ഒരു സംഭവം ഞാൻ എടുത്തു പറയാം. ഞാൻ വർഗം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച ഒരു സിനിമയാണ്. ഒരുപാട് ദിവസങ്ങൾ ലൊക്കേഷനിൽ ആൾക്കാർക്ക് ഭക്ഷണം ഞാൻ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുള്ള അവസ്ഥ പോലും വന്നിട്ടുള്ളൊരു സിനിമയാണ്. അത് ഒടുവിൽ പറഞ്ഞ ശമ്പളമൊന്നും വിട്ടേക്കൂ. ഒടുവിൽ ആ സിനിമ റിലീസാവുന്നതിന് തലേ ദിവസം അതിൻ്റെ ലാബിൽ 6 ലക്ഷം രൂപ കൂടെ കൊടുത്താൽ മാത്രമേ ആ സിനിമ റിലീസാവൂ. അന്ന് എനിക്ക് 6 ലക്ഷം രൂപ ശമ്പളമില്ല ഒരു സിനിമയ്ക്ക്. 6 ലക്ഷം രൂപയും കൂടെ കൊടുത്താലേ ആ സിനിമ റിലീസാവുന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ എനിക്ക് അവർ ആകെ തന്ന 3 ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുത്ത് എൻ്റെ പേഴ്സണൽ ചെക്ക് ഒരു 3 ലക്ഷം രൂപ ഞാൻ ജെമിനി ലാബിൽ കൊടുത്തിട്ടാണ് ആ സിനിമയുടെ പ്രിൻ്റ് അവിടെ നിന്ന് റിലീസാവുന്നത്. ഈ സിനിമ റിലീസായിട്ട് ഒരു പത്രമാധ്യമം എഴുതി ഈ സിനിമയുടെ ബഡ്ജറ്റ് കൂടിപ്പോയി, അതല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ നിർമ്മാതാവിന് ലാഭം കിട്ടിയേനെ, ഇതിൻ്റെ ബഡ്ജറ്റ് കൂടാനുള്ള ഏക കാരണം ഇതിലെ നായക നടൻ പൃഥ്വിരാജാണെന്ന്. എനിക്ക് അയാൾ എഴുതിയാലുള്ള വിഷമം. ഇതെന്ത് പത്രധർമ്മമാണ്? നിങ്ങൾ ഒന്ന് അന്വേഷിക്കണ്ടേ എന്താണ് ആ സിനിമയിൽ നടന്നത്? ശരി, ഈ സിനിമയുടെ ബഡ്ജറ്റ് കൂടിയോ, എങ്ങനെയാണ് ആ ബഡ്ജറ്റ് കൂടിയത്, അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്താണ് ആ സിനിമ? ഒരു കാര്യങ്ങളും അന്വേഷിക്കാതെ കേരളം പോലെ വാർത്തകളെ ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ കുറേ പത്രക്കാരും ദൃശ്യമാധ്യമങ്ങളും ഇരുന്ന് കാര്യങ്ങൾ അങ്ങ് പറയാണ്. കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു മീഡിയ എൻഡവർ ഇവിടെ വേണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്നെ ദേഷ്യപ്പെടുന്നത്. ഈ ധിക്കാരി എന്ന് പറയുന്നത് എൻ്റെ ഓഫ് സ്ക്രീൻ ഇമേജിനെയാണ് നിങ്ങൾ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്.